KSRTCയിൽ വീണ്ടും ബ്രത്ത് അനലൈസർ വിവാദം ഉണ്ടായിരിക്കുകയാണ്. പാലോട് പേരയം റൂട്ടിലെ ഡ്രൈവർ പച്ചമല സ്വദേശി ജയപ്രകാശ് ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് ഊതിയപ്പോൾ സിഗ്നൽ കാണിച്ചതാണ് പ്രശ്നകാരണം. മദ്യപിച്ചിട്ടില്ലെന്നും മെഷീൻ തകരാറാണെന്നും ആരോപിച്ച് ജയപ്രകാശ് കുടുംബസമേതം KSRTC ഡിപ്പോയിലെത്തി പ്രതിഷേധിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് ഡിപ്പോയിൽ പായ വിരിച്ച് ഉപവാസമനുഷ്ഠിച്ചാണ് പ്രതിഷേധം നടത്തുന്നത്. ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മദ്യപിച്ചെന്ന് സിഗ്നൽ ലഭിച്ചതിനാൽ ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിച്ചില്ല. എന്നാൽ ജീവിതത്തിൽ ഇതുവരെ താൻ മദ്യപിച്ചിട്ടില്ലെന്നാണ് ഡ്രൈവറായ ജയപ്രകാശ് പറയുന്നത്. ചെയ്യാത്ത കുറ്റത്തിനാണ് തനിക്കെതിരെ നടപടിയെടുത്തതെന്ന് ആരോപിച്ചാണ് ജയപ്രകാശും കുടുംബവും സമരം ചെയ്യുന്നത്. നേരത്തെ കോഴിക്കോട് ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറെയും ബ്രത്ത് അനലൈസർ പരിശോധനയിൽ പോസിറ്റീവായതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലെന്ന് അവകാശപ്പെട്ട ഡ്രൈവർ TK ഷിബീഷിനെതിരെയാണ് അന്ന് നടപടി സ്വീകരിച്ചത്. താൻ മദ്യപിച്ചിട്ടില്ലെന്നും ഹോമിയോ മരുന്ന് മാത്രമാണ് താൻ കഴിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നീട് KSRTC ആസ്ഥാനത്ത് നടത്തിയ മെഡിക്കൽ പരിശോധനയിലാണ് ഷിബീഷിന്റെ നിരപരാധിത്വം തെളിഞ്ഞത്. സസ്പെൻഷന്റെ വക്കിൽ നിന്നാണ് ഷിബീഷ് അന്ന് രക്ഷപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ പാലോട് പേരയം റൂട്ടിൽ ബസ് ഓടിക്കാനെത്തിയ ഡ്രൈവർ ജയപ്രകാശിനെ ബ്രത്ത് അനലൈസർ പരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ പോസിറ്റീവ് സിഗ്നൽ കാണിച്ചത്. ജോലി മുടങ്ങിയതോടെ പാലോട് പോലീസ് സ്റ്റേഷനിൽ ജയപ്രകാശ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. താൻ മദ്യപിച്ചോ എന്നറിയാൻ മെഡിക്കൽ ടെസ്റ്റ് നടത്തണമെന്നും പരാതിയിൽ ജയപ്രകാശ് ആവശ്യപ്പെട്ടിട്ടുണ്ട്.